സീതയുടെ ശാപം കാരണം മണലായി മാറിയൊരു നദിയുടെ കഥ അറിയാമോ? ദശരഥൻ മരിച്ചപ്പോൾ രാമനും ലക്ഷ്മണനും സീതയും പിതാവിനുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഗയയിലേക്ക് പോയി. രാമനും ലക്ഷ്മണനും നദിയിൽ കുളിക്കാൻ പോയപ്പോൾ സീത നദിക്കരയിൽ കാത്തിരുന്നു. പെട്ടെന്ന് ആ മണലിൽ നിന്നും ദശരഥൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, സീത, എനിക്ക് വിശക്കുന്നു, പിണ്ടം എനിക്ക് സമർപ്പിക്കൂ. സീത പറഞ്ഞു, ദയവായി രാമൻ മടങ്ങി വരുന്നവരെ കാത്തിരിക്കുക. അരിയും എള്ളും കൊണ്ടുള്ള ശരിയായ പിണ്ടം ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ ദശരഥൻ വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, കയ്യിലുള്ള ആ മണൽ കൊണ്ട് പിണ്ടം സമർപ്പിച്ചാൽ മതി. മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ അവിടെ നിന്നിരുന്ന അക്ഷയവൃക്ഷം, ഫാൽഗുണി നദി, ഒരു പശു, ഒരു തുളസിച്ചെടി, ഒരു ബ്രാഹ്മണൻ എന്നിവരെ സാക്ഷികളാക്കി സീത മണൽ പിണ്ടം സമർപ്പിച്ചു. രാമൻ തിരിച്ചെത്തി കർമ്മങ്ങൾ നിർവഹിക്കാൻ തുടങ്ങിയപ്പോൾ ദശരഥൻ പ്രത്യക്ഷപ്പെട്ടില്ല. സീത എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ചു. പക്ഷെ രാമന് വിശ്വാസം വന്നില്ല. അതിനാൽ അവൾ സാക്ഷികളോട് സത്യം പറയാൻ ആവശ്യപ്പെട്ടു. പക്ഷേ സീതയെ പിന്തുണച്ചത് അക്ഷയവൃക്ഷം മാത്രമായിരുന്നു. മറ്റുള്ളവർ രാമനെ പ്രീതിപ്പെടുത്താൻ കള്ളം പറഞ്ഞു. സീത കോപാകുലയായി. അവൾ അവരെ എല്ലാവരെയും ശപിച്ചു. അതിൽ ഫാൽഗുനി നദിയുടെ വെള്ളം നഷ്ടപ്പെടുകയും എന്നേക്കമായി മണൽ മാത്രമായി തുടരുമെന്നും പറഞ്ഞു. ഇന്നും ഗയയിൽ ഒഴുകുന്ന വെള്ളത്തിന് പകരം വിശാലമായ മൺതട്ടുകൾ നിങ്ങൾ കാണുന്നു. എന്നിട്ടും ആ മണലിനടിയിൽ ശപിക്കപ്പെട്ട നദി ഇപ്പോഴും അദൃശ്യമായി ഒഴുകുന്നു.